ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലോങ് വീഡിയോസും വ്ളോഗൊക്കെ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ. പിന്നെ ഓരോരോ തിരക്കുകളായിപ്പോയി. പിന്നെ റെഗുലറായിട്ട് ഞാൻ ലൈവെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. യെസ്, നമ്മൾ ഇവിടെ ബാംഗ്ലൂരിലൊരു പുതിയ വീട് വാങ്ങിക്കാൻ പോവാന്ന്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ, ഒരു വീട് നോക്കുക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമൊന്നുമില്ല. നമുക്ക് ചില സമയത്ത് ഏരിയ നല്ലതാണെങ്കിൽ വീട് നമുക്ക് അഫോർഡബിളായ നമ്മളെ വീടിൻ്റെ കംഫർട്ടബിളായ ഒരു വീട് കിട്ടാൻ എന്തായാലും പ്രയാസം തന്നെയാണ്. പിന്നെ വീട് നല്ലതാണെങ്കിൽ ഏരിയ, ഇപ്പം സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ബാംഗ്ലൂരിൽ നമുക്കൊരു വീടെല്ലാം എടുക്കണമെങ്കിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാണ്ടത് നിങ്ങൾക്കറിയാം. അപ്പോൾ കുറേ അന്വേഷിച്ച് നമുക്കൊരു കംഫർട്ടബിളായിട്ട് ഒരു വീട് നമ്മൾ കണ്ടുപിടിച്ചത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ്. അപ്പോൾ അതിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ആ വീട് കാണാൻ പോവാന്ന്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആ വീടുകൾ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉള്ള വീടിൻ്റെ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. അതിപ്പോൾ ഒരു പണിയും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ട് 1.5 ഇയർ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ വീട് വാങ്ങിക്കും. അപ്പോൾ കിച്ചണിൻ്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ളത്. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഒരുപാട് ഇത് വാഷ്റൂം. അപ്പോൾ ഒരുപാട് വർക്കുകൾ ഇനി ചെയ്യാനുണ്ട്. ഇത് ഹോളാണ്. ഹോള് പിന്നെ അത്യാവശ്യം നല്ല വലിയ വലിപ്പമുള്ള ഹോളാണ്. ഇത് മോളെ റൂമാണ് കേട്ടോ. ഐറ്റംസ് എല്ലാം ഫുൾ ഡം ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ നാളെ മുതൽ ഫുൾ വർക്കായിരിക്കുമല്ലോ, അതിൻ്റെ തിരക്കാണ്. ഇത് പിന്നെ വേറൊരു ബാത്റൂമാണ്. അപ്പോൾ അവിടെയെല്ലാം ഇഷ്ടംപോലെ പണികളുണ്ട് നടക്കാൻ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നപ്പോൾ ഞാൻ എല്ലാ വീഡിയോ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഷോട്ടാണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നപ്പോൾ വീടിൻ്റെ ഒരു വർക്ക് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൾ സീലിംഗ് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കിച്ചണിലെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ വർക്കേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഐഡിയാസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോനും ഹസ്ബൻഡും എല്ലാം വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കാണ്ട് ശരിയാവില്ല, എന്നാലേ വർക്കെല്ലാം ഒന്ന് ഫാസ്റ്റായിട്ട് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഡൈനിങ് റൂമിലുള്ള ഒരു വാഷ് ബേസിനില്ല, അതിൻ്റെ ടേബിൾ ടോപ്പൊക്കെയാണ്. ഇത് കിച്ചൺ യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഐറ്റംസ് വെക്കാനുള്ള സ്റ്റോറേജ് ഇതൊക്കെയാണ് ചെയ്ത്. ലോഫ്റ്റ്, മുകളിൽ കുറച്ച് ലോഫ്റ്റ് ഉണ്ട്. പിന്നെ കിച്ചൺ ടോപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ ഓവനും വേറെയുള്ള ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹോൾ കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡൈനിങ് റൂം ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ വുഡൻ ഇത് കാണുന്നുണ്ട് നിങ്ങൾ, വുഡൻ വർക്കുള്ളവരിങ്ങനെ അത് ഡിവൈഡ് ചെയ്തിട്ട് ഡൈനിങ് റൂം ആക്കിയതാണ്. ഇത് ടേബിൾ ടോപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വർക്കുകളുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും കുറച്ചായിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ള വീഡിയോയിൽ ഞാൻ വേറെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്ര വരെയൊക്കെയാണ് വർക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്ലവർ വേസ് അങ്ങനെയുള്ള ഐഡൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളാണ്. വുഡൻ വർക്കിൽ ചെയ്തതാണ് ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം എൻ്റെ മോൻ്റെയും മക്കളെ രണ്ടുപേരുടെയും ഐഡിയാസ് പ്രകാരം ചെയ്തതാണ്. അവനാണെന്നെല്ലാം പറഞ്ഞു കൊടുത്തത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അവൻ്റെ ബെഡ്റൂമും എല്ലാവരുടെ ബെഡ്റൂംസൊക്കെ ഡിസൈൻ ചെയ്തത് മോൻ്റെ ഐഡിയ പ്രകാരമാണ്. അപ്പോൾ കിച്ചണിലെ വർക്കുകളൊക്കെ ഏകദേശം ഇത്ര വരെ ആയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി വർക്കുകളൊക്കെ ഉണ്ട്. അതായത് സ്ലാബൊക്കെ ഇടണം. അപ്പോൾ നമ്മളെ കിച്ചണിലെ ഇതില്ലേ, സിങ്കിൻ്റെ അടുത്തൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വർക്കുകളൊക്കെ ഇവിടെ ഫ്രഞ്ച് മോൾഡിംഗ് ആണ്. അപ്പം മോൻ്റെ ഐഡിയ പ്രകാരം കുറച്ച് വാൾപേപ്പറൊക്കെ മിഡിൽ വാൾപേപ്പർ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഫ്രഞ്ച് മോൾഡിങ് ചെയ്യേണ്ട ഐഡിയ ഒക്കെയാണ് ഉള്ളത് ഹോളിൽ, അതായത് ഡൈനിങ് റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഇത് ഫോൾ സീലിങ്ങിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ ഇത്ര വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 കളേഴ്സിലുള്ള ലൈറ്റ്സാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക്. അതായത് യെല്ലോ, ഓറഞ്ച് അങ്ങനെ 2-3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കളേഴ്സ് കിട്ടും. മോളുടെ റൂമും മോൻ്റെ റൂമും ഒക്കെ അവരുടെ ഐഡിയ പ്രകാരം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് അങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് അത് പ്രകാരമാണ് ഇവിടെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇത് ഹോളാണ്, ഹോളിലുള്ള ഫോൾ സീലിംഗ്. അപ്പോൾ മോൻ്റെ റൂമിലും മോളെ റൂമിലൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം നിങ്ങളെ. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണിക്കാൻ പറ്റില്ല, എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇനി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാ ഫോൾ സീലിങ്ങിൻ്റെ വർക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട്.
മോളുടെ ബെഡ്റൂമും മോൻ്റെ ബെഡ്റൂമുമാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് മോൻ്റെ ബെഡ്റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാർട്ട് 1 ഹോം ടൂർ പാർട്ട് 1 വീഡിയോ എന്ന് പറയാം. അപ്പോൾ ഇനി ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒന്നിച്ചിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി പിന്നെ വാസ്തുപൂജ ഉണ്ടായിരുന്നു, പിന്നെ ഗണേശ പൂജ, അത് കഴിഞ്ഞ് പാല് കാച്ചൽ, പിന്നെ ഗിഫ്റ്റുകളുടെ അൺബോക്സിങ് വീഡിയോസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. അപ്പോൾ പുതിയ ഹോം ടൂറുമായി ഞങ്ങളുടെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാകണം. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ